എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് കുട്ടികളുടെ തലയിലെയൊക്കെ പേൻ ശല്യം എന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഷെയർ ചെയ്തതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും 100% നിങ്ങളുടെ കുട്ടികളുടെ തലയിലെ പേൻ ശല്യം പൂർണ്ണമായി മാറിക്കിട്ടുന്നതാണ്. ഉലുവ കൊണ്ടുള്ള ഉപയോഗം നമുക്ക് എല്ലാവർക്കും അറിയാം. ഉലുവ മുടി തഴച്ചു വളരുന്നതിനും അതുപോലെ നല്ല ഇടതൂർന്ന് കറുപ്പ് നിറമുള്ള മുടി കിട്ടുന്നതിനും ഡാൻഡ്രഫ് പോകുന്നതിനും ഒക്കെ ഉലുവ സഹായിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉലുവ പൊടിയാണ്. ഉലുവ പൊടിയിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കർപ്പൂരമാണ്. കർപ്പൂരം ഒരെണ്ണം മതി. അത് ഇതുപോലെ നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ട് ഈ ഉലുവ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കർപ്പൂരം തലയിലെ പേൻ ശല്യം നമുക്ക് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുടി പൊടിയുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഒരു വട്ടമെങ്കിലും ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം പൊടിയിലേക്ക്. ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ്. ഇതിന് പകരം നിങ്ങൾക്ക് തലയിൽ ഏത് ഓയിലാണോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ വേണേൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അതിനുശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ഓയിൽ തലയോട്ടിയിൽ പുരട്ടി കൊടുത്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് ആയിട്ട് ഇത് കിട്ടും. കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ലൂസായി പോകും കേട്ടോ. ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആയിട്ട് വേണം ഇത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക ഇത്. അപ്പോൾ ഇതുപോലെ തലയിലേക്ക് കർപ്പൂരമൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് തലയണയുടെ അടിയിൽ തലയണയുടെ സൈഡിലൊക്കെ കർപ്പൂരം വെച്ച് കൊടുക്കുകയാണെങ്കിലും പേൻ ശല്യം നമുക്ക് നല്ലപോലെ തന്നെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേനൊക്കെ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ പേൻ ശല്യം മാറി കിട്ടും. ഒരു അരമണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വാഷ് ചെയ്തെടുത്താൽ മതി. ഉലുവ ഉള്ളത് കൊണ്ട് തന്നെ തലയോട്ടിയിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് തല നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ മുടിക്കൊക്കെ നല്ലൊരു ഷൈനിങ്ങും കിട്ടും. അതുപോലെ തന്നെ കർപ്പൂരം ഉള്ളത് കൊണ്ട് പേൻ ശല്യം പൂർണ്ണമായിട്ട് മാറും. അതിൻ്റെ സ്മെല്ലുള്ളത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 100% റിസൾട്ട് കിട്ടുന്നതാണ്. അടുത്ത ടിപ്പിനായിട്ടും ഞാനിവിടെ ഉലുവ പൊടിച്ചത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഒരു മുറി നാരങ്ങാ നീര് ആദ്യം നമ്മൾ എടുക്കുന്ന പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം നാരങ്ങാ നീര് ഇനി ആഡ് ചെയ്യണമെങ്കിൽ അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒരു മുറി നാരങ്ങാ നീര് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഫുള്ളായിട്ട് ഒഴിക്കാതെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ തിക്കനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്രത്തോളം പൊടി എടുത്താൽ മതിയാകും. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് അടുത്ത ഒരു മുറി നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ ഒരു നാരങ്ങയുടെ ഫുൾ നീര് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ വേണമെന്നില്ല, നിങ്ങൾ എന്ത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആ ഓയിൽ എടുത്താൽ മതി. ഉലുവ പൊടി എടുക്കുന്നതിന് പകരം ഉലുവ അരച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരച്ചിട്ട് ഇതുപോലെ നാരങ്ങാ നീരും ഓയിലും മിക്സ് ചെയ്ത് കൊടുത്തിരുന്നാലും മതി. ഓയിലിന് പകരം പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ഇതുപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം തലയിൽ അപ്ലൈ ചെയ്യുമ്പം കുറച്ച് ഓയിലും കൂടെ തേച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ ഒന്നും കൂടെ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുക. പൊടി ആയതുകൊണ്ട് പൊടിയാക്കി വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോൾ വേണമെങ്കിലും ഉലുവ വെള്ളത്തിലിട്ട് കുതിർന്ന് വരുന്ന സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പൊടിയായിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ 100% റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി പായ്ക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം തലയോട്ടിയിലും തലമുടിയിലും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെച്ചിരുന്നതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മുടി കൊഴിച്ചിൽ പൂർണ്ണമായി മാറി മുടി നല്ല സ്ട്രെങ്തോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഈ പായ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തലയിലെ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറും. അതുപോലെ സ്കാൾപ്പൊക്കെ നല്ല ക്ലിയർ ആയി വരുന്നത് കൊണ്ട് തന്നെ പേൻ ശല്യം ഉണ്ടായിരിക്കുന്നതല്ല. മുടി നല്ല ഷൈനിങ്ങും ആയിരിക്കും ഇത് തേച്ച് കഴിയുമ്പോൾ. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്.
അടുത്ത ടിപ്പ് പേൻ ശല്യത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഉലുവയിലേക്ക് ഈ കർപ്പൂരം ആഡ് ചെയ്ത് തേക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിനകത്തേക്ക് കർപ്പൂരം പൊടിച്ചിട്ടിട്ടും നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പേൻ ശല്യം മാറി കിട്ടുന്നതാണ് കേട്ടോ. ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.